മുല്ലപ്പെരിയാർ ഡാം അടുത്ത 100 ദിവസത്തിനുള്ളിൽ പൊട്ടും. 9 ജില്ലകളിലായി കേരളത്തിന്റെ പകുതി ജനസംഖ്യ മരിക്കും. മധ്യ കേരളവും തെക്കൻ കേരളവും നാമാവശേഷമാകും. പാഞ്ഞു വരുന്ന ജലം അറബിക്കടലിൽ തട്ടി വലിയൊരു സുനാമി ഉണ്ടാക്കും. അത് മുംബൈ തീരം വരെ ആഞ്ഞടിക്കും. 100 അടി പൊക്കത്തിൽ ചെളി വന്ന് നിറയും. ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി ഇത് മാറും. 130 കൊല്ലം പ്രായമായ ഈ ഡാം സുർക്കി കൊണ്ടുണ്ടാക്കിയതാണ്. അത് അടുത്ത വലിയ മഴയോ ഒരു ചെറിയ ലാൻഡ് സ്ലൈഡോ ചെറിയ ഭൂകമ്പമോ താങ്ങില്ല. പൊട്ടി വരുന്ന വെള്ളം ഇടുക്കി ഡാമിനെ പോലും തകർക്കും. കേരളം ഓർമ്മയായി മാറും. നടുക്കം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇതുപോലെ പല ഓൺലൈൻ മീഡിയകളും ചില നിക്ഷിപ്ത താല്പര്യക്കാരും പറയുന്നത്. കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഈ വാർത്ത മലയാളിയെ വളരെയധികം ഭീതിയിലാക്കുന്നുണ്ട്. ഇതിന്റെ പുറകിലുള്ള റിയൽ എസ്റ്റേറ്റ്, കോർപ്പറേറ്റ്, റിലീജിയസ് കുത്തകകളുടെ നീചമായ പദ്ധതിയാണ് നാം മനസ്സിലാക്കേണ്ടത്. പഴയ കാലഘട്ടത്തിൽ പല രാജ്യങ്ങളിൽ നിന്ന് പോലും അഭയം തേടി വന്ന ആളുകളെ സംരക്ഷിച്ചിട്ടുള്ള മലയാളി ഇന്ന് ഈ പ്രാന്തിൽ വിശ്വസിച്ച് കേരളം വിട്ടു പോകാൻ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ അവനെ ആരൊക്കെയോ ചേർന്ന് കേരളത്തിൽ നിന്ന് ഓടിക്കുകയാണ്. മലയാളിയെ പേടിപ്പിച്ചു കേരളം വിട്ട് ഓടിക്കാൻ പ്രേരിപ്പിക്കുന്ന പല കാരണങ്ങളുണ്ട്. അതിൽ പലത് സത്യവുമാണ്. കുറയുന്ന ജോലി സാധ്യതയായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഒരു പ്രധാന കാരണമെങ്കിൽ ഇന്ന് അത് മതപരമായതും ഭരണകൂടത്തിന്റെ ചില രാഷ്ട്രീയ നിലപാടുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നതും ഒരു വലിയ കാരണമാണ്. അതിലെ അവസാന ആണിയാണ് ഇന്ന് മുല്ലപ്പെരിയാർ ഡാം പൊട്ടും എന്ന വിഷയം. തെറ്റിദ്ധാരണകൾ മാറ്റാനും മലയാളിയെ പിടിച്ചു നിർത്താനും ഒരു ശ്രമവും നടക്കുന്നില്ല. എന്നാൽ ഇവിടെ വിട്ട് ഓടാൻ അവനെ പ്രേരിപ്പിക്കുന്ന കാരണങ്ങൾ ഒരു ലൈസൻസും ഇല്ലാതെ പലരും വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ടുണ്ടാക്കുന്ന അനന്തരഫലം എന്താകും എന്ന് ചിന്തിക്കാനുള്ള തലച്ചോറില്ലാത്ത ചില കൂലിക്കാരാണ് മലയാളിക്ക് കേരളത്തോട് വിശ്വാസം ഇല്ലാതാക്കിയത്. ഇത് ആരോ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരു അജണ്ടയാണ്. ഇതിന് പിന്നിൽ കുത്തക, കോർപ്പറേറ്റ്, റിലീജിയസ് താല്പര്യങ്ങൾ ഉണ്ടാകാം. അത് ചുമതലപ്പെട്ട ആളുകൾ അന്വേഷിക്കേണ്ടതാണ്. കേരളത്തിൽ വൻ ഇൻഡസ്ട്രി വരാത്തതിനുള്ള വലിയ 3 കാരണങ്ങൾ: 1, ലേബർ യൂണിയനുകളുടെ അതിപ്രസരം; 2, കൂലി മറ്റു സ്ഥലത്ത് വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതൽ; 3, കേരളത്തിൽ ലാൻഡിന്റെ വില വളരെ കൂടുതലാണ്. ട്രേഡ് യൂണിയൻ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടൽ വേണം. വർദ്ധിച്ചു വരുന്ന കൂലി അന്യ സംസ്ഥാന തൊഴിലാളികളുടെ വരവോടെ പിടിച്ചു നിർത്താൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ സ്ഥലത്തിന്റെ കുറവും അതിന്റെ ഭീമമായ വിലയും പരിഹാരമില്ലാത്ത പ്രശ്നമാണ് കേരളത്തിന്റെ പ്രൈം ലാൻഡ് ഉള്ളത് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമാണ്. കാരണം ഏറ്റവും അധികം വ്യവസായങ്ങളും അതിനുള്ള സാധ്യതകളും ഉള്ളത് ഈ ഭാഗത്താണ്. ഇവിടെയുള്ള ജനങ്ങളെ ഭീതിയിലാക്കുന്ന കാര്യമാണ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടും എന്ന പ്രാന്ത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തന്ത്രപ്രധാനമായ എത്രയോ ഇൻവെസ്റ്റ്മെന്റുകളുള്ള ഈ പ്രദേശം നശിക്കും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിച്ച് മലയാളി ഓടിപ്പോവരുത്. പ്രായക്കൂടുതലുള്ള എല്ലാ ഡാമുകളും ഡീകമ്മീഷൻ ചെയ്യുക തന്നെ വേണം എന്നത് ഏത് മനുഷ്യനും മനസ്സിലാകും. പക്ഷേ ഒരു ഡാമിന്റെ കാലപ്പഴക്കം പറഞ്ഞ് ഒരു മനുഷ്യരെ മൊത്തം ഹിസ്റ്റീരിയ ബാധിച്ചവരെ പോലെ ആകാൻ പ്രേരിപ്പിക്കുന്നതിന് പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? അത് അവരുടെ കയ്യിലുള്ള ലാൻഡ് കവർന്നെടുക്കാനുള്ള തന്ത്രമാണ്. ഇപ്പോൾ തന്നെ തെക്കൻ കേരളത്തിൽ പല ക്രിസ്ത്യൻ കുടുംബങ്ങളും കേരളം വിട്ടുകഴിഞ്ഞു. ഈ മുല്ലപ്പെരിയാറിന്റെ പേരും പറഞ്ഞ് കൊച്ചിയിലെയും അതിന്റെ പ്രാന്തപ്രദേശത്തുമുള്ള ലാൻഡ് ഈ മാഫിയ ലക്ഷ്യം വെച്ചിട്ടുണ്ടോ എന്ന് ന്യായമായും സംശയിക്കാം. ഈ കെണിയിൽ പ്രധാനമായും വീഴുന്നത് മിഡിൽ ക്ലാസ് ആളുകളാണ്. കിട്ടിയ വിലയ്ക്ക് സ്ഥലം കഴിച്ചിലാക്കി അവർ നാട് വിടാൻ നോക്കുകയാണ്. അവർ ഇട്ടിട്ട് പോകുന്ന സ്ഥലം നോക്കി നിൽക്കുന്ന കോർപ്പറേറ്റ്, റിലീജിയസ് കഴുകന്മാരുണ്ട് ഇവിടെ. അവരാണ് ഈ ഹിസ്റ്റീരിയ മനുഷ്യരുടെ മനസ്സിലെത്തിക്കുന്നത് എന്ന് ന്യായമായും കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാക്കാം. പശ്ചിമഘട്ടത്തെ പറ്റിയും മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചും അറേബ്യൻ സീയിലെ താപനില വർദ്ധിക്കുന്നതും വേമ്പനാട്ട് കായൽ എക്കലടിയുന്നതും അതുവഴി കായലിന്റെ ആഴവും വീതിയും കുറയുന്നതുമെല്ലാം നമ്മൾ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ തന്നെയാണ്. ദുർബലമായ ഒരു മലനിരയാണ് പശ്ചിമഘട്ടം. അതുപോലെ അവിടെ നടക്കുന്ന അനിയന്ത്രിതമായ പാറ പൊട്ടിക്കലും ഖനനം, കാട് കയ്യേറലെല്ലാം വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ കൂടെ കടലിലെ ചൂട് കൂടി അധികം സമുദ്രജലം നീരാവിയായി സഹിനിൽ തട്ടി അതിശൈത്യം ഉണ്ടാക്കുന്നതും ഖനനം നടക്കുന്ന മേഖലകളിൽ പാറയുടെ പൊടി അന്തരീക്ഷത്തിലുള്ളതുകൊണ്ട് ഒരു ചെറിയ പ്രദേശത്ത് അതിവൃഷ്ടി ഉണ്ടാക്കുന്നതും വലിയ വിപത്തുകളായ ലാൻഡ് സ്ലൈഡ് വിളിച്ചു വരുത്തും. അത് പൂർണ്ണമായി അംഗീകരിക്കുന്നു. പക്ഷേ അതിനെയും മുല്ലപ്പെരിയാർ ഡാമിനെയും ഒന്നിച്ച് ഒരേ ശ്രേണിയിൽ നിർത്തി ഡാം തകരും എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ആളുകളെ ഭീതിയിലാക്കി അവരുടെ സ്വത്ത് അടിച്ചു മാറ്റാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഒറ്റയടിക്ക് ഒരുപാട് ഡാമുകൾ വേലിയേറ്റ സമയത്ത് തുറന്നുവിട്ട് നദീതീരത്തു നിന്ന് 10 കിലോമീറ്റർ അകലെ പോലും പ്രളയം ഉണ്ടാക്കിയതിന് ശേഷം ആ സ്ഥലത്തെ സാധാരണക്കാരന് ഇപ്പോൾ ഒരു സെന്റ് സ്ഥലം 10 കൊല്ലം മുൻപുള്ള വിലയ്ക്ക് പോലും വിൽക്കാൻ പറ്റുന്നില്ല. അതിന്റെ കൂടെയാണ് അവനെ ഈ ഡാമിന്റെ പൊട്ടൽ ഹിസ്റ്റീരിയയിലേക്ക് തള്ളിവിടുന്നത്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടും, കേരളം നശിക്കും എന്ന ഭ്രാന്തിന് പകരം
ഒരു പഴയ ഡാം 130 വർഷം മുൻപ് അന്നത്തെ നിർമ്മാണ വസ്തുവായ സുർക്കി വെച്ചുണ്ടാക്കിയ ഈ ഡാം ഇനി ഒരു 100 കൊല്ലം കൂടി നിൽക്കും എന്ന് ആരും അവകാശപ്പെടരുത് എന്നാണ് നാം പറയേണ്ടത്. ഒരുപാട് തവണ തമിഴ്നാട് സർക്കാർ അതിനെ കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മുല്ലപ്പെരിയാർ ഡാം അപകടാവസ്ഥയിലല്ല എന്ന് പല IIT-കളുടെ പഠനവും ഉണ്ടെങ്കിലും ഡാം നിൽക്കുന്ന ഭൂകമ്പമോ ലാൻഡ് സ്ലൈഡോ വരാൻ സാധ്യതയില്ലാത്ത പ്രദേശത്താണെങ്കിലും 100 കൊല്ലത്തിൽ പരം വയസ്സുള്ള ഈ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യുക തന്നെ വേണം. അതുപോലെ ആളുകളുടെ മനസ്സിനെ വട്ടുപിടിപ്പിക്കുന്ന ഡാമിന്റെ തകർച്ച മലയാളിയുടെ അവസാനം എന്ന സിദ്ധാന്തത്തിന് പകരം അത് ഡീകമ്മീഷൻ ചെയ്യേണ്ട ഒരു പഴയ ഡാം മാത്രമാണെന്നും അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ആവശ്യമെന്നും നാം മലയാളിയെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ അവനെ പേടിപ്പിച്ചു കേരളത്തിൽ നിന്ന് ഓടിച്ചാൽ ലാൻഡ് മാഫിയയ്ക്ക് കുറച്ചുനാൾ ലാഭമുണ്ടാക്കാമെങ്കിലും ഒരിക്കലും തിരിച്ചു വരാത്ത മലയാളി, ഒരു പൈസ പോലും കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറില്ലാത്ത മലയാളി ഉണ്ടായാൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ മൊത്തത്തിൽ തകരും. നമുക്കൊരു ഭാവിയും ഇല്ലാതായി മാറും. നാം അത് തിരിച്ചറിയണം. മറ്റൊരു ഇന്ത്യൻ സംസ്ഥാനത്തിനും ഇല്ലാത്ത ഒരുപാട് അഡ്വാൻറ്റേജ് കേരളത്തിനുണ്ട്. ഇന്റർനാഷണലി വെൽ കണക്റ്റഡ് ആയ വിദ്യാസമ്പന്നരായ മലയാളി സമൂഹം സൺറൈസ് സെക്ടേഴ്സ് ആയ Web3, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, നാനോ ടെക്നോളജി, ബയോടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി, ബ്ലോക്ക് ചെയിൻ തുടങ്ങി ഹെൽത്ത് ആൻഡ് നേച്ചർ ടൂറിസം തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത അത്ര ബിസിനസ് അവസരങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ്. അവരുടെ വിശ്വാസവും കോൺഫിഡൻസും നാം നേടിയെടുക്കണം. അവരെ കേരളത്തിൽ പിടിച്ചു നിർത്താൻ പറ്റുന്നതെല്ലാം ചെയ്യണം. ഇന്ത്യയിലെ ദാരിദ്ര്യമില്ലാത്തതും കംപ്ലീറ്റ് മിഡിൽ ഇൻകവുമായ ഒരേ ഒരു സ്റ്റേറ്റ് ആണ് കേരളം. നല്ല ബിസിനസ്സുകാരും നല്ല ഭരണാധികാരികളും ഉണ്ടെങ്കിൽ അടുത്ത 15 കൊല്ലത്തിനുള്ളിൽ കേരളം ഒരു ഡെവലപ്ഡ് സ്റ്റേറ്റ് ആയി മാറും. അത്രയ്ക്ക് സാധ്യതകളുള്ള ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ ഭീതിയിലാക്കി നാട് വിട്ട് ഓടിക്കാൻ ഏത് കോർപ്പറേറ്റ് റിലീജിയസ് കുത്തകകൾ ശ്രമിച്ചാലും അത് നമ്മൾ മലയാളികൾ ചെറുത്തു തന്നെ തോൽപ്പിക്കണം. നല്ല ഒരു ഭാവിക്ക് വേണ്ടി നാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. താങ്ക് യു സോ മച്ച്.